സത്യവും നിരപരാധിത്വവും തെളിയിക്കാനുള്ള വലിയൊരു യാത്രയിലെ ഒരു പടി മാത്രം കടന്നിട്ടേ ഉള്ളൂ. ഞങ്ങളാരും എക്സൈറ്റഡ് അല്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, പ്രാഥമികമായിട്ട് കോടതി മുമ്പാകെ പ്രതി ഹാജരാക്കിയ തെളിവുകളും വസ്തുതകളും അപഗ്രഥിച്ചു പ്രാഥമികമായിട്ട് ഒരു ബെയിൽ കൊടുക്കാൻ പോകുന്ന ഒരു സാഹചര്യമാണ് ഈ കേസിലുള്ളത് എന്ന് ഈ കോടതി കണ്ടിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും സന്തോഷമുള്ളൊരു കാര്യമാണ്. ബെയിൽ ആപ്ലിക്കേഷനിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള, നമ്മൾ ഹാജരാക്കിയിട്ടുള്ള ഡിജിറ്റൽ എവിഡൻസ് നമ്മൾ വളരെ കോടതിയുടെ ഫസ്റ്റ് ഡേ തന്നെ നമ്മൾ കോടതിയിൽ ഹാജരാക്കിയ തെളിവുകളെല്ലാം അപഗ്രഥിച്ച് അതിനെ ഒരു പരിധി വരെ കോടതി അംഗീകരിച്ചിട്ട് ആണ് ഈ ജാമ്യ ഉത്തരവ് ഉണ്ടായിട്ടുള്ളത്. ജാമ്യ വ്യവസ്ഥ 1,00,000 രൂപയുടെ 2 ആൾജാമ്യം വേണം, കേരളം വിട്ടു പോകാൻ പാടില്ല, അന്വേഷണവുമായിട്ട് സഹകരിക്കണം, അതുപോലെ നോർമലായിട്ടുള്ള കണ്ടീഷൻസ് അല്ലാതെ വേറെ ഒന്നുമില്ല. തീർച്ചയായിട്ടും ദർ ഇസ് നോ ഡൗട്ട് വി വിൽ കോപ്പറേറ്റ് വിത്ത് ദ ഇൻവെസ്റ്റിഗേഷൻ. അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്ന ഏത് സമയത്തും കാലത്തും നമ്മൾ അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പ് ഹാജരാവും, അന്വേഷണവുമായിട്ട് സഹകരിക്കും. കാരണം സത്യം തെളിയണം, സത്യം തെളിയേണ്ടത് നമ്മുടെ ആവശ്യമാണ്. സത്യം തെളിയിക്കാനായിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥനോട് സഹകരിക്കുക എന്നുള്ളത് നമ്മുടെ ആവശ്യവുമാണ്. അതുകൊണ്ട് തന്നെ ഹർജിക്കാരനെ സംബന്ധിച്ചിടത്തോളം, പ്രതിയെ സംബന്ധിച്ചിടത്തോളം അന്വേഷണമായിട്ട് ഞങ്ങൾ സഹകരിക്കും എന്നുള്ളത് നമ്മുടെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള നിലപാടാണ്. വി ബിലീവ് ട്രൂത്ത് അലോൺ വിൽ പ്രിവെയിൽ. സത്യം ജയിക്കണം. കാരണം ഇത്തരത്തിലുള്ള കള്ളനാണയങ്ങളുടെ ആരോപണങ്ങൾക്ക് വശംവദരായിട്ട് മുഖം നഷ്ടപ്പെടുന്ന ഒത്തിരി ആളുകൾ ഇവിടെ ഉണ്ട്. ഓരോ ആരോപണങ്ങളും കൂടി വരിക. അപ്പോൾ അത് തീർച്ചയായിട്ടും ഇത് ഒരു നല്ല തുടക്കമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പരാതി ഫേക്കാണ്. ആ പരാതിക്ക് അടിസ്ഥാനമായ വസ്തുത നടന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമ്മുടെ കേസ്. രണ്ട് ഇടപാടുകളുടെ ജാമ്യ വ്യവസ്ഥകൾ ഒന്നാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഞാൻ ഓർഡർ കണ്ടിട്ടില്ല, മനസ്സിലാക്കുന്നത് രണ്ടും ഒന്നാണ്.